പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. തൊഴിലടിസ്ഥാനമാക്കിയുള്ള കുടിയേറ്റത്തിന് യുഎസിൽ പുതിയ നിയമം വരുന്നു. ബിസിനസ്, ശാസ്ത്രം, കല തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദേശികൾക്ക് യുഎസിലേക്ക് കുടിയേറാൻ പുതിയ മാനദണ്ഡം സഹായകമാകും. അസാധാരണ കഴിവുകളുള്ള വിദേശികളുടെ തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള കുടിയേറ്റത്തിനാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത്. EB-1 ഇമിഗ്രന്റ് വിസയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിലാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. EB-1 ഇമിഗ്രന്റ് വിസയ്ക്ക് യോഗ്യത നേടുന്നതിന് വ്യക്തിക്ക് സയൻസ്, കല, വിദ്യാഭ്യാസം, ബിസിനസ് അല്ലെങ്കിൽ അത്ലറ്റിക്സ് എന്നിവയിൽ അസാധാരണമായ കഴിവ് ഉണ്ടായിരിക്കണം. യോഗ്യതയുടെ തെളിവുകൾ ഉദ്യോഗാർത്ഥികൾ സമർപ്പിക്കേണ്ടതാണ്. വ്യക്തി തനിക്ക് കഴിവുള്ള മേഖലയിൽ ജോലി തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നും ഭാവിയിൽ ഇയാളുടെ ജോലി US-ന് പ്രയോജനം ചെയ്യുമെന്നും തെളിയിക്കേണ്ടതുണ്ട്. അപേക്ഷകന് ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ലഭിച്ച അവാർഡുകൾ മികവായി പരിഗണിക്കും. ഇതിനുള്ള തെളിവ് നൽകണമെന്നു മാത്രം. നിലവിൽ 1,40,000 ഇന്ത്യക്കാരാണ് EB-1 വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രവാസി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പുതിയ ഇൻഷുറൻസ് പദ്ധതിയുമായി സൗദി. പരമാവധി 18,500 റിയാൽ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കും. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയവും ഇൻഷുറൻസ് അതോറിറ്റിയും ചേർന്നാണ് ഇൻഷുറൻസ് പ്രോഡക്റ്റ് എന്ന പേരിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചത്. ഒക്ടോബർ 6 മുതൽ ഈ സ്കീം പ്രാബല്യത്തിൽ വന്നു. നിശ്ചിത സമയത്തേക്ക് കൂലി നൽകാൻ കഴിയാത്തതിന്റെ പേരിൽ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച വരുത്തുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളുടെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കും. വേതനം വിതരണം ചെയ്യാൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സാധിക്കാതെ വന്നാൽ ജീവനക്കാരുടെ വേതനം ഇൻഷുറൻസ് പോളിസി കവറേജ് പ്രകാരം ലഭിക്കും. സ്വദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളികളുടെ മടക്കയാത്രാ ടിക്കറ്റും ഇൻഷുറൻസ് കവറേജിൽ ഉൾപ്പെടും. വേതന സംരക്ഷണ നിയമവും തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ വൈദഗ്ധ്യം കുറഞ്ഞ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാസികൾക്ക് സ്വന്തമായി കമ്പനി തുടങ്ങുന്നതിന് നിയന്ത്രണം. ഇവർക്ക് വിദേശ നിക്ഷേപ ലൈസൻസ് നൽകുന്നത് നിർത്തിവയ്ക്കും. വൈദഗ്ധ്യം കുറഞ്ഞ ജോലി ചെയ്യുന്നവർക്ക് വ്യവസായ നിക്ഷേപങ്ങൾക്കുള്ള അവസരമാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം റദ്ദാക്കിയത്. വ്യാജ നിക്ഷേപ ലൈസൻസ് അപേക്ഷകരുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണിത്. രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും മൊത്തത്തിലുള്ള നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ നീക്കം സഹായിക്കും. അതേസമയം നിലവിൽ വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് നിക്ഷേപ ലൈസൻസിന് അപേക്ഷിക്കാം. അവരുടെ തൊഴിലുടമയുടെ അംഗീകാരം ഇതിന് ആവശ്യമാണെന്നു മാത്രം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് പുതിയ ഇലക്ട്രോണിക് സംവിധാനം നിലവിൽ വന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി സേവനം ലഭ്യമാകും. ഖത്തറിൽ സർട്ടിഫിക്കറ്റുകളുടെയും രേഖകളുടെയും അറ്റസ്റ്റേഷന് ഇനി ഓഫീസുകൾ കയറിയിറങ്ങുകയോ ഏറെ നാൾ കാത്തിരിക്കുകയോ വേണ്ട. അറ്റസ്റ്റേഷൻ പ്രക്രിയ കൂടുതൽ സുതാര്യവും ലളിതവുമാക്കുന്നതിനായി പുതിയ സംവിധാനം നിലവിൽ വന്നു. ഇന്നലെ മുതലാണ് ഈ അറ്റസ്റ്റേഷൻ സംവിധാനം ആരംഭിച്ചത്. ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെയും സർക്കാർ സ്കൂളുകൾ നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെയും ഇലക്ട്രോണിക് അറ്റസ്റ്റേഷൻ ഇതുവഴി സാധ്യമാകും. സേവനത്തിനായി അപേക്ഷിക്കുന്നതിന് നാഷണൽ ഒതന്റിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം. 1 മിനിറ്റ് കൊണ്ട് അപേക്ഷിക്കാവുന്ന രീതിയിൽ ലളിതമായ സംവിധാനമാണിത്. 24 മണിക്കൂറും ഈ സേവനം ലഭ്യമാകും. സർക്കാർ കോൺട്രാക്ട് സെന്റർ, ഖത്തർ പോസ്റ്റ് എന്നിവയുമായി സഹകരിച്ചാണ് ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് RTAയുടെ ഡിജിറ്റൽ ഇടപാടിൽ വൻ വർധന. കഴിഞ്ഞ വർഷത്തെ RTAയുടെ ഡിജിറ്റൽ സേവന വരുമാനം 370 കോടി ദിർഹമായി ഉയർന്നു. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കഴിഞ്ഞ വർഷം ഡിജിറ്റൽ വരുമാനത്തിൽ 16.8% വർധന രേഖപ്പെടുത്തി. വിവിധ മാർഗങ്ങളിലൂടെ മൊത്തം ഡിജിറ്റൽ ഇടപാടുകളുടെ എണ്ണം 82.1 കോടിയായും ഉയർന്നു. 2022-നേക്കാൾ 1% വർധന. കഴിഞ്ഞ വർഷം സ്മാർട്ട് ആപ്പുകൾ വഴി 1.5 കോടി ഇടപാടുകൾ നടന്നു. 2022-നേക്കാൾ 29% വർധന രേഖപ്പെടുത്തി. സേവന നിലവാരം ഉറപ്പാക്കാൻ ഒരു മോണിറ്ററിംഗ് സംവിധാനവും അവതരിപ്പിച്ചിട്ടുണ്ട്. 21 ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളിലും സേവനദാതാക്കളുടെ ലൊക്കേഷനുകളിലുമായി
30 പുതിയ കിയോസ്കുകളും RTA നടപ്പിലാക്കി. ഇതിൽ നിന്ന് 30.9 കോടി ദിർഹം വരുമാനവും നേടാനായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.